അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പിർസത്തെ ചങ്ങായിമാരെ, മുഅ്മിനീകളെ, മുഅ്മിനാത്തുകളെ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഒന്നാമത്തെ റമദാന്റെ ഒന്നാമത്തെ നോമ്പിലായിട്ട് ഞങ്ങളുള്ളത് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്തെടുത്ത വിഷയ നോമ്പ് തുറക്കേണ്ട വിഷയമായിട്ട് അതിന് മുന്നുള്ള ഞങ്ങൾ പഠിക്കേണ്ടത് ഈ നോമ്പ് ചൊന്നെങ്കിൽ അള്ളാഹിന്റെ വിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പാറ്റിയ രൂപത്തിലുള്ള നോമ്പ്. അത് ഈ ആധുനിക കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദർഭത്തിൽ നോമ്പുകു സയൻസ് പോലും സമ്മതിച്ച ഒരു സംഭവമായിട്ട് ഞങ്ങൾ ഇന്നിപ്പോൾ ചെറിയൊരു ചർച്ച ആക്കേണ്ടത്. വിശുദ്ധ മുഅ്മിനീകളെ, മനുഷ്യ ശരീരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യന്റെ ശരീരത്തിൽ ഒരുപാട് നിഅമത്ത് അള്ളാഹു അനുഗ്രഹിച്ചിട്ടുണ്ട്. അള്ളാഹിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്ന ഒരു ഹദീസുണ്ട്. അതായത്, മൻ അറഫ നഫ്സഹു ഫഖദ അറഫ റബ്ബ. ഒരു മനുഷ്യൻ തൻ്റെ നഫ്സിനെ അറിഞ്ഞെങ്കിൽ അവൻ്റെ റബ്ബിടെ അവൻ തെരുവാൻ ചൊന്നിട്ടു. ഉദാഹരണക്ക് ഇന്നിപ്പോൾ സയൻസ് കണ്ടുപിടിച്ചത് ഒരു മനുഷ്യ ശരീരത്തിൽ 37,000 ട്രില്യൺ ജീവകോശ ഉണ്ട്. 37,000 ട്രില്യൺ ജീവകോശ ഉണ്ട്. അപ്പോൾ 1 ട്രില്യൺ ചെന്ന ഏകദേശം 1,000 ബില്യൺ. 1 ട്രില്യൺ ചെന്നെങ്കിൽ 1,000 ബില്യൺ ജീവകോശം. സുബ്ഹാന ജല്ല ജലാൽ. അതാണ് നബി ചൊന്നത്, മൻ അറഫ നഫ്സഹു ഫഖദ അറഫ റബ്ബ. എൻ്റെ സ്വന്തം ശരീരം, ഞങ്ങളെല്ലാവരും നഫ്സിൽ ഞങ്ങൾ തിരഞ്ഞിട്ട് കണ്ടെങ്കിൽ ഞങ്ങളുടെ റബ്ബിടെ ഞങ്ങൾ തെരുവാൻ. ഇത്രയും ജീവകോശം ഞങ്ങളുടെ ശരീരത്തിൽ ഉണ്ട് സയൻസ് ചൊല്ലും. വിശുദ്ധ ഖുർആനിലും ദി ഖുർആൻ ആൻഡ് മോഡൽ സയൻസിൽ ഇത് വിവരിക്കും. സയൻസ് പരമായിട്ട് ഒരു മനുഷ്യന്റെ വീര്യത്തിൽ, അതായത് 20 മില്യൺ ബുയൂളൻ, 20 മില്യൺ ബുയൂളത്ത് പറഞ്ഞാൽ അണ്ടം, അതായത് വീര്യത്തിലുള്ള അണുക്കൾ ഉണ്ടും ചെന്നിട്ടു കിതാബിൽ വഴിപാട്ട് എൻ്റെ പരിശുദ്ധ മുഅ്മിനീകളെ. അപ്പോൾ 37,000 ട്രില്യൺ ഒരു മനുഷ്യരുടെ ശരീരത്തിൽ ജീവകോശം ഉണ്ട് കണ്ടെങ്കിൽ 1 ട്രില്യൺ, അതായത് 37,000 1 ട്രില്യൺ ചെന്ന് 1,000 ബില്യൺ ആയിട്ട്. ഈ 1,000 ബില്യൺ മനുഷ്യ ശരീരത്തിലെ ജീവകോശത്തിലെ നിയന്ത്രിക്കുന്നതിന് എത്തതായ ഒരു സാധനമായിട്ട് ഈ നോമ്പ് ചൊല്ലുന്നത്. ഇത് കാരണം 2016 നോബൽ പ്രശസ്ത വിജേത, പിന്നെ അയാളുടെ പേര്, അതായത് ഓഷിനറി യശോമി ചൊല്ലിയ ഒരാൾ 2016 നോബൽ പ്രശസ്തി എടുത്തയാൾ. അയാൾ ചൊന്ന്, അതായത് ഒരു മനുഷ്യരുടെ ശരീരത്തിൽ 10-12 ഗಂಟೆ 11-12 ഇടയിൽ ഗಂಟೆ ഒരു മനുഷ്യന് പട്ടിണി ആയിട്ട് ദച്ചാണ്ട് കണ്ടെങ്കിൽ, ഉപവാസമായിട്ട് ഫാസ്റ്റിംഗ്, അതായത് ഇതൊരു ഓട്ടോമാറ്റിക്കലി ആയിട്ടേക്ക് അങ്ങനെ ആയിട്ട് ദച്ചാണ്ട് കണ്ടെങ്കിൽ അവൻ്റെ ശരീരത്തിൽ, അതായത് പെരിട്ടോണിയം ചൊല്ലിയ ഒരു സാധന അവൻ്റെ ഉദരത്തിൽ ഭയത്തിലെ ഉൽക അത് പൊട്ടിട്ട് അതിലൊക്കെ ദ്രാവക പണ്ട് അത് രോഗനിരോധക ശക്തിയായിട്ട് മാറിട്ട് ഈ അധ്യയനത്തിൽ, അതായത് പിന്നെ ആട്ടോഫാജി ചൊല്ലിയ അധ്യയനത്തിൽ അദ്ദേഹം അത് വിവരിക്കും എൻ്റെ പരിശുദ്ധ മുഅ്മിനീകളെ. അപ്പം ഞങ്ങൾ എന്തിനാ പേടിച്ചെന്നെങ്കിൽ, ഈ 10-12 ഗಂಟೆയും പട്ടിണി തെച്ചിട്ട് അത് അള്ളാഹുഗോസ്കര ഇബാദത്തിൽ ഒരു പ്രതീകമായിട്ട് അള്ളാഹുഗോസ്കര പട്ടിണി തെക്കുമ്പോഴത്തേക്കും ആ പെരിട്ടോണിയം പൊട്ടിട്ട് ഞങ്ങളുടെ ശരീരത്തിൽ രോഗപ്രതിരോധ ശക്തി ഉണ്ടാവുന്നുണ്ട്. ഇന്നത്തെ വിജ്ഞാനം ചെന്നെങ്കിൽ 1500 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറലാകപ്പെട്ട ഈ ഹിജ്റ 2-ാമത്തെ വർഷം പറലാകപ്പെട്ട ഈ നോമ്പ് എത്രമാത്രം ഒരു അനുല്ലംഘനീയമായിട്ടുള്ള ഒരു ഘനത്തെ ആയിട്ടേക്ക്, എത്ര ഒരു ന്യായമത്തായിട്ടേക്ക് തന്നെ വിശുദ്ധ മുഅ്മിനീകളെ. അതുപോലെ തന്നെ ഇമ്മ്യൂൺ കപ്പാസിറ്റി, സ്വയം രോഗനിരോധക ശക്തി ഇതിലുണ്ട്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ 3 കൺട്രികൾ നാമാവശേഷിച്ചത്. അതിൽ ഒന്ന് റഷ്യ, ജപ്പാൻ, ഡെൻമാർക്ക്. ഈ 3 കൺട്രിയും നാമാവശേഷം ആയാൽ പിന്നെ ജനാമത് പുതുജീവനം തുടങ്ങുമ്പോഴത്തേക്കും അവിടുത്തെ വിജ്ഞാനി, അവിടുത്തെ വൈദ്യ പരിശോധകനായ ഒരാൾ, പിന്നെ
ചൊല്ല ഒരാള് കണ്ടുപിടിച്ച് വിട്ടായിരുന്നെങ്കിൽ ആ റായത്തിൽ പുതിയ ജീവന തുടങ്ങുമ്പോഴത്തേക്ക് ഒരു മനുഷ്യർക്ക് രോഗശക്തി ഇല്ല, ഒരു മനുഷ്യർക്ക് രോഗം ഇല്ല. കാരണം എന്താ? രോഗ നിരോധക ശക്തി ജാസ്തി ആയിട്ടുണ്ട്. കാരണം കണ്ടുപിടിക്കുമ്പോഴത്തേക്കും അത് അവിടെ യുദ്ധമായാൽ പിന്നെ പട്ടിണി പാവങ്ങളായിട്ട് വർഷങ്ങളോളം നമുക്ക് കഴിയേണ്ടി വന്നു. എൻ്റെ പരിശുദ്ധ മുഅ്മിനീങ്ങളെ, ഇത് അതിൽ ലാസ്റ്റ് കണ്ടുപിടുത്തം എന്തായിരുന്നെങ്കിൽ അവിടെ പട്ടിണിയായിട്ട് നോമ്പ് പിടിച്ചതിൻ്റെ കാരണം കൊണ്ടായിട്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് നോമ്പ് കൊണ്ടുള്ള ബെനിഫിറ്റ് ഇതായിട്ടിക്കത്, പിന്നെ സയൻസ് പഠിപ്പാട്ടിയ ബെനിഫിറ്റ് ഇതായിട്ടിക്കത് എൻ്റെ പരിശുദ്ധ മുഅ്മിനീങ്ങളെ. അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ചൊല്ലിട്ടു, അഹബ്ബ ഇബാദി ഇലയ്യ അജലുഹും ഫിത്ര. എൻ്റെ അടിമയിൽ വെച്ചിട്ട് ഏറ്റവും പിരിസപ്പെട്ടവർ അജലുഹും ഫിത്ര, എത്രയും പെട്ടെന്ന് നോമ്പ് തുറക്കണം. മഗ്രിബ് സമ ആയിട്ട് കണ്ടെങ്കിൽ അജലുഹും ഫിത്ര, അത് പിന്നെ ലേറ്റാക്കില്ല. ಅದಕ್ಕೆ ನಂಗೆ ಭಯಂಕರ ಇಷ್ಟ ಅಂತ ಖುದುಸಿಯಾಯ ಹದೀಸ್ ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತಆಲ ಚೊಲ್ಲು റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കായിട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങളെ. അപ്പോൾ അതുകൊണ്ട് നീ നോമ്പ് തുറക്കിട ഭാഗത്തിലേക്ക് പോകണമെങ്കിൽ, നോമ്പ് തുറക്കിട ഉറപ്പാടുണ്ടത്. നോമ്പ് തുറക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ, അതായത് ഇദാ അഫ്തറ അഹദുകും ഫൽയഫ്തർ അല തമർ, ഒരു മനുഷ്യൻ നിങ്ങളിൽ നിന്ന് നോമ്പ് തുറക്കുകയാണെങ്കിൽ അവന് തമർ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കട്ടെ. ഈത്തപ്പഴത്തേക്ക് ഡേറ്റ്സ് ഇംഗ്ലീഷിൽ ചൊല്ലാറ്. അതിൽ ഒരുപാട് ബെനിഫിഷ്യബിൾ ഉണ്ട്. ഉദാഹരണക്ക് ഈത്തപ്പഴത്തെ ബെനിഫിറ്റ്സ്, അതായത് പ്രത്യക്ഷമായിട്ട് റസൂലുള്ളാഹിന്റെ കാലത്തിൽ ഈത്തപ്പഴത്തിൻ്റെ ജീവിച്ചെനിക്കെത്തതായ എത്രയോ സംഭവം ഹദീസിലുണ്ട്, ചരിത്രത്തിൽ. എനർജി, അതിൽ കാർബോഹൈഡ്രേറ്റ്സ്, ഈത്തപ്പഴത്തിൽ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. അത് എത്ര ഉണ്ട് ചെന്നെങ്കിൽ പിന്നെ 74.97% 100 ഗ്രാം ഈത്തപ്പഴത്തിൽ കാരക്കലുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഈത്തപ്പഴത്തെ ജാഗയിൽ എന്തൊക്കെയോ തിന്നോട്ടുള്ള ഞങ്ങൾ ഇന്നത്തെ ഈ സന്ദർഭം അനുസരിച്ചിട്ട്. അപ്പം ആദ്യമായിട്ടൊരു മനുഷ്യന് നോമ്പ് തുറക്കുമ്പോൾ തിന്നേണ്ടത് ഈത്തപ്പഴ അഥവാ കാരക്ക തമർ കൊണ്ടാണല്ലേ ഹദീസ് നേരത്തെ ചൊന്നി, തമർ കൊണ്ടായിരിക്കണം. ഞങ്ങളുടെ ആദ്യമായിട്ട് പക്കോട, സമോസ, സ്പ്രിംഗ് റോള്, മറ്റുള്ള എന്തെല്ലാം നീരുള്ളി ബജ, വടകൾ, പിന്നെ ബോണ്ട, അതുപോലെയുള്ള ആദ്യമായിട്ട് ഞങ്ങൾ നോമ്പ് തുറക്കം പിടിച്ചിട്ടുള്ള അല്ല, ഒറ്റയായതിലേക്ക് 1, 3, 5 ഈത്തപ്പഴം ആദ്യമായിട്ടുണ്ട്. മനുഷ്യരുടെ ശരീരത്തിൽ ആദ്യമായിട്ട് എനർജി കിട്ടണിക്കത്ത ഒരു സംഭവമായിട്ട് ഈത്തപ്പഴ കാരക്ക തിന്നർ എന്നുള്ളത് അലൈക്കും. അതായത് ഇത് അഫ്തർ അഹദുക്കും ഫൽയഫ്തർ അല തമർ ഫഇൻ ലം യജിദ്, പിന്നെ അതായത് തമർ കിട്ടിയില്ലെങ്കിൽ പിന്നെ തന്നി കൊണ്ടിട്ട് ഈത്തപ്പഴ പിന്നെ നോമ്പ് തുറക്കും. അപ്പൊ ഇന്നലെ തന്നില്ല, തന്ന ജാഗയിൽ ഷർബത്തുകള്, ഫ്രൂട്ട് ജ്യൂസുകള്, ഫലൂദ, റോഹബ്സ, അങ്ങനെയുള്ള സാധനങ്ങൾ ഫസ്റ്റ് പോയിട്ട് കൈപിടിക്കലേ അല്ല. ഇവിടെ പറഞ്ഞത് ഒന്നാമത്തെ സ്ഥാനം ഈത്തപ്പഴ, രണ്ടാമത്തെ സ്ഥാനം തണ്ണിയായിട്ട്. അപ്പൊ ഈത്തപ്പഴത്തെ ബെനിഫിറ്റ്സ് ಇನ್ನೂ ഉണ്ട്. ಕ್ಯಾಲೋರಿകൾ 270 പിടിച്ചിട്ട് 317 ಕ್ಯಾಲೋರಿ ಉಂಟು. ആധുനിക സയൻസ് കാരക്കരെ കുറിച്ച് ചൊല്ലും. ഈ ഡ്രൈ ഫ്രൂട്ട്സിൽ വെച്ചിട്ടുള്ള കാരക്കരെ കുറിച്ചിട്ട്. അതായത് ഒരു മനുഷ്യൻ സുബേരി പ്രഭാതം മുതൽ പ്രദോഷം സുബേരി പിടിച്ചിട്ട് 3 നോമ്പ് നോക്കിയിട്ട് ഫസ്റ്റ് അവൻ തിന്നത് കാരക്ക ഐത്തിൽ കണ്ടെങ്കിൽ അതിലുള്ള എനർജികൾ ഒരിക്കലും അവൻ്റെ ശരീരത്തിൽ പിടിച്ചിട്ട് വലിയൊരു ശക്തി കൊടുക്കുമ്പോണ്ടു. ഇത് 1500 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്ന ഹദീസായിട്ട് കിട്ടുന്നുണ്ട് പിടിച്ചത്തെ മുഅ്മിനീകളെ. അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ട് അത് തിന്നലോട് കൂടിയിട്ട് ഞങ്ങൾ സുബൈരി പിടിച്ച് 3 നോമ്പ് നോക്കിയിട്ട് അല്ലാഹുമ്മ ലക സംതു അലാ റിസ്ഖിക അഫ്തർത്, അതും ചൊല്ലണം. വെറും പട്ടിണി ചെന്നിട്ടൊന്നും കാര്യമില്ല. നോമ്പ് നോക്കി അൽഹംദുലില്ലാ മഗ്രിബിന്റെ സമയത്ത് എല്ലാ സാധനം എതിർന്ന് മുന്നോളുണ്ടു. അപ്പോൾ നോമ്പ് ഈത്തപ്പഴ കൊണ്ട് തുറന്നിട്ട് അവൻ ചൊല്ലേണ്ടത് അല്ലാഹുമ്മ ലക സംതു അലാ റിസ്ഖിക അഫ്തർതു, റബ്ബേ നിക്ക് നാണ് നോമ്പ് നോക്കിയ, നിക്ക് നാണ് നോമ്പ് പിടിച്ച, അലാ റിസ്ഖിക നിന്റെ റിസ്ക്കിന്റെ മേലാണ് നോമ്പ് തുറന്ന ചൊല്ലിയ ഒരു ദുആറ അവിടെ ദുആർക്കണം. നിന്റെ പിടിച്ചത്തെ മുഅ്മിനീകളെ, ഇനി തന്നി കൊണ്ട് നോമ്പ് തുറക്കാണെങ്കിൽ ദഹബല്ലമഉ വബതല്ലത്തുൽ ഉറൂഖു വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്. ദഹബല്ലമഉ ദാഹം പോയി, വബതല്ലത്തുൽ ഉറൂഖ് ഞങ്ങൾ നരമ്പുകളാവും, നരമ്പ് പ്രസരണ ഉണ്ടായിട്ട് നരമ്പുകളെല്ലാം പസായിട്ട്
വസബത്തൽ അജ്ർ ഇൻഷാ അല്ലാഹ്. കൂലി നമുക്ക് കിട്ടും ഇൻഷാ അല്ലാഹ്. അല്ലാഹ് ഉദ്ദേശിച്ച കൂലി നമുക്ക് കിട്ടും. അതായിട്ട് ഇക്കിട് നോമ്പ് തുറന്നവൻ ചൊല്ലേണ്ടത് പിരിസത്തെ മുഅ്മിനീങ്ങളെ. അപ്പൊ അതുകൊണ്ടിട്ട് സയന്റിഫിക്കലായിട്ട് നോമ്പ് അപ്പുറം ഉണ്ടു. മാത്രല്ല അത് സയൻസ് ചൊല്ലിട്ടില്ല, ഖുർആനും ഹദീസ് ചൊന്നെങ്കിൽ ധാരാളമായി അവിടെ ജന്നാമത് നോമ്പ് തുറക്കേണ്ടത് ഈത്തപ്പഴം തന്നിയും ചൊന്തു, അതിൻ്റെ ദിക്റും ചൊന്തു. ഇത് ശരിക്കും മനസ്സിലാക്കി വെക്കോറു. தெரியாதது இன்ஷா அல்லாஹ் கமெண்ட்ஸ் பாக்ஸில் நமக்கு அது விஷயம் தெரிப்பாட்டರು. ಈ ದഅವತ್ നല്ല ഉപകാരപ്രദമാവട്ടെ എന്ന് പ്രതീക്ഷിച്ചു കൊണ്ടിട്ടു എല്ലാവർക്കും ഷെയർ ആക്കോರು. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.